നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. നാലര വർഷത്തെ വികസന മുന്നേറ്റങ്ങൾ വ്യക്തമാക്കി 17ാം വാർഡ് കൗൺസിലർ ജയരാജ്. പ്രളയസമയത്ത് തകർന്ന പല്ലാർമംഗലം പാലപ്പുറം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താനും വാർഡിൽ 2 ഇടങ്ങളിലായി മിനിമാസ് ലൈറ്റ്, റോഡുകളുടെ വികസനം എന്നിവ നടത്തിയെടുക്കാൻ 4.5 വർഷം കൊണ്ട് കഴിഞ്ഞതായി ഒറ്റപ്പാലം നഗരസഭ 17ാം വാർഡ് കൗൺസിലർ ജയരാജ് പറഞ്ഞു. ഒരു പല്ലാർമംഗലം മെയിൻ റോഡിന്റെ ഒരു ഭാഗം പ്രളയകാലത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് റോഡ് തന്നെ പല്ലാർമംഗലവും പാലപ്പുറവും കൂടി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകുന്ന രീതിയുണ്ടായി. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ വെള്ളം ഒരു ഭാഗത്ത് കെട്ടി നിന്നുകൊണ്ട് പല ഭാഗങ്ങളിലായി ഇടിഞ്ഞു പോകും എന്നുള്ളൊരു പേടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയും ആ സമയത്താണ് ഞാൻ ഈ വർഷം കൗൺസിലറായിട്ട് കടന്നു വന്നത്. ആ സമയത്ത് പല്ലാർമംഗലത്തിൻ്റെ മെയിൻ റോഡ് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ വലിയൊരു കൽവർട്ട് പണിത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് നിലനിർത്തിക്കൊണ്ട് നിലവിൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം നമ്മൾ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ കാവ് അതിൽ ഒരു വിഷുവേല ആഘോഷത്തിന് അതുപോലെ തന്നെ മറ്റുള്ള അവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ വെളിച്ചക്കുറവ് ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീകണ്ഠന് നിവേദനം കൊടുത്തുകൊണ്ട് ഞാനൊരു മിനിമാസ് ലൈറ്റ് അവിടെ കൊണ്ടുവരുകയുണ്ടായി. അതുപോലെ തന്നെ കുഴിയമ്പാറ കോളനി പട്ടികജാതി കോളനിയിൽ ഞാനിപ്പോൾ എൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയും ഒരു മിനിമാസ് ലൈറ്റ് കൊണ്ടുവരികയുണ്ടായി. വാർഡിലെ ജനങ്ങളുടെ വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം എന്നത്. ആ ആഗ്രഹം സാധിക്കാനും തനിക്ക് കഴിഞ്ഞതായും അംഗൻവാടി നവീകരിക്കാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു. നഗരസഭയിലെ വാർഷിക പദ്ധതിയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് എൻ്റെ വാർഡിലൊരു വ്യക്തി പാപ്പാല സുരേഷ് മേനോൻ എന്നുള്ള ഒരു വ്യക്തി 5 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകുകയുണ്ടായി. അതിലൊരു ആരോഗ്യ കേന്ദ്രം, അത് അവിടുത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു. അതുപോലെ ഒരു ആരോഗ്യ കേന്ദ്രം ഞാൻ അതിൽ 40 ലക്ഷത്തോളം രൂപ വകയിരുത്തി അത് ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ കൂടെ MLA ഒരു 20 ലക്ഷം കൂടി വെച്ച് 60 ലക്ഷത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു. ഇപ്പോൾ നിലവിലത് വാടക റൂമിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതിപ്പോൾ വൈകാതെ തന്നെ അതിനൊരു നിർമ്മാണോദ്ഘാടനം ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കുടുംബത്തിന് നമ്മൾ ആ പ്രവൃത്തിയായിട്ട് അങ്ങോട്ട് പോയി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഫസ്റ്റ് ഫ്ലോറിൻ്റെയും പണി പൂർത്തീകരിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റാനുള്ളൊരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് അവിടെ അംഗൻവാടി എന്നുള്ളൊരു പുതിയ കെട്ടിടം കൊടുന്നു. അതിൽ പണി പൂർത്തീകരിച്ചു. ഞാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ വയോജനങ്ങൾക്ക് വേണ്ടി അതിന് മുമ്പിൽ ഷീറ്റ് ഇറക്കുകയും അതിൻ്റെ ഫുൾ പെയിന്റിംഗ് കഴിക്കുകയും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞു. വാർഡിലെ റോഡുകളുടെ വികസനവും പ്രധാനമായി നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കൗൺസിലർ ജയരാജ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ജവഹർ കോളനി അതുപോലെ പല്ലാർമംഗലം മെയിൻ റോഡിൽ നിന്നൊരു ബൈലൈനായിട്ട് ഉള്ളൊരു റോഡ് പുതുതായി കൊടുന്ന റോഡാണ്. അതിൽ റീടാറിങ് കഴിഞ്ഞു. കുഴിയമ്പാറ കോളനിയിൽ ഒരു സംരക്ഷണ ഭിത്തി, ഒരു റോഡ് മൊത്തം തകർന്ന് അതിൽ അല്ലറ ചില്ലറ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ടെങ്കിൽ പോലും ഒരു തവണ 2 തവണ ഞാൻ SC ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് വകയിരുത്തി 5 ലക്ഷത്തോളം രൂപ ഫണ്ട് വകയിരുത്തിയത് രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് 2 വട്ടം ഒഴിവാക്കി മാറ്റി നിർത്തുകയുണ്ടായി. വിസിബിലിറ്റി ഒക്കെ കിട്ടിയ സാധനം മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംഭവങ്ങളും SC ഫണ്ട് ലാപ്സായി പോയിട്ട് പോലും ഞാൻ എൻ്റെ വാർഷിക ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ റീടാറിങ് കഴിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് അത് സഞ്ചാരയോഗ്യമാക്കി. അവിടെ ഒരു 5-8 കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുകയുണ്ടായി. അതുപോലെ കുറേ റോഡുകൾ റീടാറിങ്, മെയിൻ റോഡ് ഉൾപ്പെടെ റീടാറിങ് ചെയ്യുകയുണ്ടായി. ജനങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള പിന്തുണ ലഭിച്ചതായും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും തുടർന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും ജയരാജ് വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് നമ്മുടെ പല്ലാർമംഗലത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. എല്ലാവരുടെയും സഹകരണം എനിക്ക് നല്ല രീതിയിൽ വാർഡിന് കിട്ടിയിട്ടുണ്ട്. അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ചേട്ടത്തിമാരാണെങ്കിലും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും സഹായങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ 4.5 വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞൊരു 4 മാസം കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഒഴിവായി കഴിഞ്ഞ് പോയാലും കൗൺസിലർ സ്ഥാനം കഴിഞ്ഞു പോയാലും എന്നും അവരുടെ കൂടെ ഉണ്ടാവും, കൂടെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നൽകുകയാണ്.